മകനോടുള്ള വാത്സല്യമായിരുന്നു മൺമറഞ്ഞ തമിഴ് സിനിമയുടെ അഭിനയസിംഹം ശിവാജി ഗണേശന് മോഹൻലാലിനോട്. തമിഴ് സിനിമയിലെ മറ്റൊരു പ്രശസ്തനായ ബാലാജിയുടെ മരുമകനായ മോഹൻലാലിനെ ശിവാജി ഗണേശൻ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് കീലാജി എന്നായിരുന്നു. സ്വർണ്ണച്ചാമരം എന്ന ചിത്രത്തിലായിരുന്നു അവരിരുവരും ആദ്യമായി ഒരുമിച്ചത്. സ്വർണ്ണച്ചാമരം പൂർത്തിയാകാതെ പോയപ്പോൾ ഒരു യാത്രാമൊഴി എന്ന ചിത്രം അവർക്ക് വീണ്ടും ഒരുമിക്കാൻ അവസരമൊരുക്കി. യാത്രാമൊഴിയുടെ സെറ്റിൽ ഓരോ ദിവസവും ശിവാജി ഗണേശനു വേണ്ടി പ്രത്യേക ഭക്ഷണങ്ങൾ ഒരുക്കാൻ മോഹൻലാൽ മുൻകൈ എടുത്തിരുന്നു. കേരളീയ വിഭവങ്ങളായ താറാവിറച്ചിയും കുഞ്ചിക്കറിയും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു ശിവാജി ഗണേശന്. മറ്റൊരിഷ്ടം കഥകളിയോടായിരുന്നു. കഥകളി കാണാനുള്ള താല്പര്യം മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ അതിനുള്ള അവസരവും ഒരുക്കിക്കൊടുത്തു. എന്നാൽ മോഹൻലാൽ കഥകളി നടനായി വേഷമിട്ട വാനപ്രസ്ഥം റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹം മോഹൻലാലിനെ വിളിച്ച് വാനപ്രസ്ഥം കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ വാനപ്രസ്ഥം കാണാനുള്ള ശിവാജി ഗണേശന്റെ ആഗ്രഹം നിറവേറ്റാൻ മോഹൻലാലിന് കഴിയാതെ പോവുകയായിരുന്നു.